ഹലോ, ഞാൻ ആയിഷ ആയിർസ് തലശ്ശേരി. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൽമാസാണ്. ബീഫിനെ കൊണ്ടുണ്ടാക്കുന്നതാണ്. അതെല്ലാവർക്കും അറിയാം, എന്നാൽ ഞാൻ സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കതിന് വേണ്ട സാധനങ്ങൾ, ചേരുവകൾ: ഉള്ളി, കുരുമുളകിൻ്റെ പൊടി, പച്ചമുളക്, ഇഞ്ചി, ഗ്രാമ്പ്, മുളക് പൊടി, വെളുത്തുള്ളി, പിന്നെ മല്ലി, പുതിന, ഹാമീസ് പൊടി. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് വാടണം. ഇനി നമ്മളിതിൽ പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്താൽ നല്ലോണം ഒന്ന് വാഴ്ത്തിട്ടു. അടുത്തത് നമ്മൾ ഇഞ്ചി, ഇത് വെളുത്തുള്ളിയാണ്, 1 സ്പൂണ് വെളുത്തുള്ളി ഇടുന്നുണ്ട്. പച്ചമുളക് 1 സ്പൂണ്, മുളക് പൊടി ഇടുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇടുന്നത് ഗരം മസാലപ്പൊടിയാണ്. അടുത്ത് നമ്മൾ പൊടിച്ച് വെച്ച ബീഫാണിത്. നല്ലോണം മഞ്ഞളിട്ട് നല്ലോണം വേപ്പിച്ച് വെച്ചതാണ്. ഒരു 2 കറിവേപ്പില ഇടുന്നുണ്ട്. അടുത്തത് 2 മല്ലി, ഇത് പുതിനയാണ്. കൽമാസ് കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കൽമാസ് തയ്യാറാക്കാം. ഈ പാത്രത്തിലേക്ക് മാറ്റുന്നു. കൽമാസിൻ്റെ ബീഫ് കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. കൽമാസിന് മാവ് എല്ലാം തയ്യാറാക്കി വെച്ചതാണ്. എണ്ണ കുറച്ച് കയ്യിലാക്കണം. ആമീസ് പൊടി തയ്യാറാക്കി വെച്ച കൽമാസിൻ്റെ മാവാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ നമ്മൾ ബീഫ് കൂട്ട് തയ്യാറാക്കി വെച്ചത് ഇതിലേക്ക് കുറച്ചായിട്ട് നമ്മൾ നല്ലോണം എടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അരിയിൽ. നമ്മളിനി ഇതിലേക്കൊരു ഇല എടുത്ത് വെക്കുന്നുണ്ട് ഈ പാത്രത്തിൽ. ഇതിലടിയിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും ഒരു ചെറിയൊരു ഇല ഇതിൽ വെക്കണം. കൽമാസിനെ ഓരോന്നായിട്ട് നമ്മളിതിൽ ആവിയിൽ വേകാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നത്. ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് അടച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യും. 10 മിനിറ്റ് കൊണ്ട് ഇത് കൽമാസ് റെഡി ആയിട്ടുണ്ട്. നല്ലോണം ആവിയിൽ നല്ലോണം വെന്ത് ഇനി ഞാനത് ഓരോന്നായിട്ട് എടുക്കാം. നല്ലോണം ആവിയിൽ നല്ലോണം വെന്ത് തീ ചെറുങ്ങനെ വെക്കുന്നുണ്ട്. പാത്രം വെച്ച് ഒന്ന് ചെറുങ്ങനെ ചൂടാവട്ടെ. 2 സ്പൂണ് മുളക് എടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടിയാണിത്. ഇതൊരു 1/2 സ്പൂണ്. ഉപ്പ് പാകത്തിന് എടുക്കുന്നുണ്ട്. മല്ലി ഒരു 2, ആവശ്യത്തിനുള്ള വെള്ളം. ഇതിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ആവിയിൽ വേവിപ്പിച്ച കൽമാസിനെ ഒന്ന് മുളകിൽ നല്ലോണം മുക്കിയെടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ ചെറുതീയിൽ നല്ലോണം മുരിഞ്ഞെടുക്കണം. ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് തയ്യാറാക്കി ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ. ആവശ്യത്തിന് എടുത്ത് മുളക് ചേർത്തിട്ട് പൊരിച്ചാൽ മതി. ചെറിയൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. കൽമാസ് എല്ലാവർക്കും പ്രിയപ്പെട്ട സാധനമാണ്. ഇനി അടുത്ത് ഞാൻ കോഴിക്കോടും തലശ്ശേരിയും വടകരി എന്ന് പറഞ്ഞ പല സ്ഥലത്തും പല വിഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിച്ച് വരുന്നത് വരെ ബൈ.